ഹലോ സാറേ. ഹലോ. ഞാൻ രജിതയാന്ന് അറിയില്ലേ? ഹലോ, ഗുഡ് ഈവനിങ്. ഞാൻ ഇത് ശബ്ദമില്ലാത്ത പോലെ. ശബ്ദമില്ല, കേൾക്കുന്നില്ല. ശബ്ദമില്ലല്ലോ. ശബ്ദമില്ല. നെറ്റ് എന്നോ ഇഷ്യൂ ഉണ്ടോ? ഇല്ലല്ലോ, ഒന്ന് ക്ലിയർ ചെയ്യണേ.
മുഹമ്മദ് മാഷ് ഒരു മിനിറ്റും കൂടി കേട്ടോ, ജസ്റ്റ് കുറച്ചാളും കൂടി ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ ഓക്കെ റഫി സാർ. മുഹമ്മദ് മാഷ് ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്യല്ലേ നമുക്ക്? ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ വളർന്നു പോകുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് സ്ട്രെസ് ഉണ്ടായിരുന്നു ചെറിയ കാലത്തൊക്കെ, നല്ല തല്ല് കിട്ടും നമുക്ക് ചെറുപ്പത്തിൽ, അച്ഛൻ്റെ അടുത്തുനിന്നും അമ്മയുടെ അടുത്തുനിന്നും നല്ല തല്ലൊക്കെ കിട്ടും. പക്ഷെ കിട്ടിയാലും നമുക്കത് കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് പോകും. എന്തുകൊണ്ടാ അറിയോ? നമ്മളിപ്പോൾ സ്കൂളിൽ നിന്ന് കുരുത്തക്കേട് കളിച്ച് നല്ലോണം എല്ലാ കുരുത്തക്കേടും കളിച്ച ആളായിരുന്നു ഈ എൻ്റെ കൂട്ടത്തിൽ. നല്ല കുരുത്തക്കേട് കളിച്ച ആരെയുള്ള നമ്മളെ ഈ ക്ലാസ് വെക്കുന്ന കൂട്ടത്തിൽ? കളിക്കാത്ത ആരെങ്കിലും ഉണ്ടാവോ? അല്ല, അടിയെല്ലാം കിട്ടിയവര് നല്ല, എനിക്ക് നല്ല അടി കിട്ടിയിട്ട് ചെറുപ്പത്തിൽ. സാർ എനിക്കൊന്നും അങ്ങനെ കിട്ടിയിട്ടില്ല. ഞാനൊരു കോൺവെന്റിലായിരുന്നു അപ്പൊ പഠിച്ചത്. അവിടെ വേറൊരു രീതി, അങ്ങനെ അടിയൊന്നും കിട്ടിയിരുന്നു. പക്ഷെ എന്ത് സംഭവം അറിയോ? അടി കിട്ടിയാലും നമുക്ക് വീട്ടിൽ നിന്ന് വന്നിട്ട് ചിലപ്പോൾ എന്തെങ്കിലും കുരുത്തക്കേടനോ മറ്റൊന്നൊക്കെ അടിയൊക്കെ കിട്ടിയാലും നമ്മൾ വൈകുന്നേരം ഒരു കളിക്കാൻ പോക്കുണ്ട്. ആ വൈകുന്നേരം കളിക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്ട്രെസ്സും എല്ലാ പ്രഷറും അങ്ങ് പോകും. ഓട്ടോമാറ്റിക്കലി നമ്മൾ ഓക്കെ ആവും. അതായത് നമ്മൾ ചെറുപ്പകാലം. പക്ഷേ ഇന്നത്തെ കാലത്തെ കുട്ടികൾക്ക് ഈ സ്ട്രെസ്സുകളോ ഈ പ്രഷറുകളോ ഒന്നും ഡിസ്ചാർജ് ചെയ്യാനുള്ള സൗകര്യമില്ല. അവർ ഒതുങ്ങി കൂടിയ ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ ഈ സ്ട്രെസ്സൊക്കെ കൂടി വന്ന് വലിയൊരു പ്രയാസത്തിലേക്ക് കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ വലിയ പ്രയാസത്തിലേക്ക് വരുന്ന അവസ്ഥയാണ് ഞാനിങ്ങനെ കണ്ടുവരുന്നത്. അതായത് സൂയിസൈഡ് ടെൻഡൻസികൾ കൂടുന്നു എന്നുള്ളതാണ്. ഞാൻ കഴിഞ്ഞ ഒരു 2 ആഴ്ച മുമ്പ് എൻ്റെ അടുത്തൊരു കുട്ടീനെ കൂട്ടിയിട്ട് ഒരു അച്ഛൻ വന്നു, വളരെ ദൂരത്ത് നിന്ന്, മലപ്പുറം. ഞാൻ താമസിക്കുന്നത് കണ്ണൂരാണ്. കണ്ണൂർ മാട്ടൂൽ എന്ന സ്ഥലത്ത് അടുത്താണ്. അപ്പോൾ മലപ്പുറത്ത് നിന്നൊരു കുട്ടി രാവിലെ 6 മണിക്ക് വിട്ടിട്ട് ആ കുട്ടി 2:30 മണിക്കാണ് എത്തിയത്. അവർ 2 ദിവസം മുമ്പേ വിളിച്ചു പറഞ്ഞിരുന്നു. അപ്പോൾ 2 തവണ ആ കുട്ടി സൂയിസൈഡ് ചെയ്യാൻ ട്രൈ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് ഒരാൾ കെയർ ഓഫിൽ. അപ്പം അന്വേഷിച്ച് നോക്കുമ്പം നമുക്ക് കേൾക്കുമ്പോഴൊക്കെ വളരെ സിമ്പിളായ ഒരു കാര്യമായിട്ട് തോന്നും. കുട്ടിക്ക് പഠിക്കാൻ അച്ഛനമ്മ നിർബന്ധിക്കുന്നു, അവന് ഇഷ്ടമല്ലാത്തൊരു സബ്ജക്റ്റിനെ. കുട്ടിക്ക് അതെങ്ങനെ അച്ഛനമ്മയോട് കൺവിൻസ് ചെയ്തിട്ട് ഇത് മനസ്സിലാവുന്നില്ല. കുട്ടി അതിനൊക്കെയായി മാറ്റത്തിന് ശ്രമിച്ചപ്പോൾ ഇവർ വല്ലാതെ അങ്ങോട്ട് പ്രഷർ ചെയ്യുന്നു. ഇങ്ങനെയുള്ള ചെറിയ വിഷയങ്ങളാണ് പ്രശ്നം. പക്ഷെ അത്ര ചെറിയൊരു പ്രശ്നത്തെ പോലും മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കുട്ടി 2 തവണ ഞരമ്പ് മുറിച്ചു, ആത്മഹത്യ ചെയ്തു. അതിന് ശ്രമിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് അവർ എന്തോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞത്. പിന്നെ ഒരുപാട് കേസുകൾ വരും. ഇതൊക്കെ പെട്ടെന്ന് ആത്മഹത്യ ചെയ്യാന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് നമ്മളെ മക്കൾ വരുന്നുണ്ടെന്നുള്ളതാണ്. എൻ്റെ സ്കൂളിൽ തന്നെ 3B കുട്ടി, 3B എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, ചെറിയ പ്രായം, ഒരു 8-9 വയസ്സൊക്കെ കുട്ടി. ആ കുട്ടീനെ കുറച്ച് കുട്ടികൾ ചേർന്ന് തടിച്ചി എന്ന് വിളിക്കുന്നു. തടിച്ചി അറിയാലോ, നമുക്ക് ചെറുപ്പത്തിൽ നമ്മളൊക്കെ എന്തൊക്കെ പേരിട്ട് വിളിക്കുമ്പോൾ പ്രശ്നം ഉണ്ടാവും, ഒന്നുമില്ല. അതൊരു ബോഡി ഷെയ്മിങ് ആണ്, പ്രശ്നമാണ്. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അത് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടി 1 മാസം സ്കൂൾ വന്നില്ല. അപ്പോൾ അവസാനം സ്കൂളിൽ അച്ഛമ്മ എന്നെ വിളിച്ച് പറഞ്ഞു, മാഷെ ഒന്ന് വീട്ടിലേക്ക് പോയി നോക്കാം. അപ്പം ഞാനും അച്ഛമ്മ പോയി നോക്കുമ്പോൾ കുട്ടി വല്ലാതെ ഒരുതരം ഡിപ്രഷനിലാണ്. എന്നിട്ട് സൈക്കാട്രി മരുന്ന് കഴിക്കുകയാണ് കുട്ടി. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് ശരിക്കും
ചെറിയ പ്രശ്നങ്ങളെ പോലും സർവൈവ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ മാനസികമായി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അവർ മാനസിക ആരോഗ്യം വളരെ വീക്കാണെന്നാണ് എൻ്റെ ഒരു പിന്നെ കണ്ടെത്തൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം. എന്തുകൊണ്ടാണെന്ന് അറിയോ? അതിന് എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റുമോ? എങ്കിലും എന്തുകൊണ്ട് ഇവർ എത്ര വീക്കായി പോകുന്നേ? സർ, ഒന്നാമത്തെ കാരണം പാരന്റ്സ് അത്രമാത്രം പുറകെ നടക്കുന്നുണ്ട്. കുട്ടികൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ല. നമ്പർ 1 അത് തന്നെയാണ്. പിന്നെ വേറെ എന്തെങ്കിലും ഒരു കാരണം പറയാൻ പറ്റുമോ? പാരന്റ്സിന് ഒന്നാമത് മക്കളെ പറയുന്നത് കേൾക്കാനൊന്നും ഒരു ടൈമില്ലായ്മ. യെസ്, ടൈം ഇല്ലാത്തൊരു പ്രശ്നമുണ്ട്. പക്ഷെ അതിനൊക്കെ അപ്പുറത്ത് വലിയൊരു പ്രശ്നം ഞാൻ മനസ്സിലാക്കിയത് അറിയോ? അവർ ഫെയിലിയറിനെ ഫേസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അതായത് തോൽവി അവരുടെ ലൈഫിൽ വരാത്ത കാലം, അതായത് തോൽവിയെ ആക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു മാനസികാവസ്ഥയിലേക്ക് അവർ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചെറിയ നമ്മൾ ചോദിക്കുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കും. എന്താണ് അവർക്ക് ആവശ്യം? ഒരു മിഥ്യാധാരണ എന്ന് വെച്ചാൽ, നല്ല പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? നമ്മൾ ചെറുപ്പത്തിൽ അനുഭവിക്കാത്ത, അതായത് നമുക്ക് കിട്ടാത്ത പലതും എൻ്റെ മക്കൾക്ക് കിട്ടണം. അതാണ് ഞാൻ ഒരു പാരൻസ് എന്ന രീതിയിൽ ചെയ്യേണ്ടത് എന്നുള്ള ഒരു തെറ്റായ ധാരണ നമുക്കുണ്ട്. ഞാൻ എൻ്റെ കുട്ടി ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന മോളുണ്ട്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു ഹോട്ടലിൽ പോയപ്പോൾ ഹോട്ടലിൻ്റെ നമ്മൾ ഇരുന്നതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ടീം വന്നിരുന്നു. അവരെന്ത് ചെയ്യുന്നു? ഒരു കേക്ക് മുറിക്കുന്നു. അപ്പോൾ കേക്ക് നല്ല കാഴ്ചയാണ്. ആ കേക്കിനെ മുറിക്കുമ്പോൾ എൻ്റെ മോളിങ്ങനെ നോക്കി നിന്നപ്പോൾ നോക്കി നിന്നതേ ഉള്ളൂ. അപ്പോൾ പിറ്റേന്നുണ്ട് എൻ്റെ വൈഫ് ഏകദേശം 800 രൂപയുടെ കേക്ക് വാങ്ങിയിട്ട് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഞാൻ നല്ല വഴക്ക് പറഞ്ഞു. ഞാൻ എന്തിനാ വഴക്ക് പറഞ്ഞതെന്ന് വയ്യ ഞാൻ മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു. കാരണം ഒരു നോട്ടം, ഒരാഗ്രഹം ഉണ്ടാകുമ്പോഴത്തേക്ക് കുട്ടികൾക്ക് മുമ്പിൽ സാധനം എത്തുവാണ്. ഇപ്പൊ നമ്മളൊക്കെ ചെറുപ്പത്തിൽ ചെരുപ്പൊക്കെ പൊട്ടിയിട്ട്, എനിക്ക് ഓർമ്മയുണ്ട്, ചെരുപ്പ് ബാഗെല്ലാം പൊട്ടി 2-3 ആഴ്ചകൾ കഴിഞ്ഞ്, അതായത് നമുക്കൊരു ഇല്ലായ്മയെ ശരിക്കും ഫീൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് പലപ്പോഴും നമ്മൾ വന്നിട്ടുണ്ട്, അല്ലേ? എത്ര ടൂറുകൾ നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. അതായത് നമുക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയിട്ടുണ്ട്. എത്ര നമ്മൾ എത്ര ക്ലാസ്സുകൾ തോറ്റുപോയിട്ടുണ്ട്, എത്ര പരീക്ഷകളിൽ തോറ്റുപോയിട്ടുണ്ട്. അപ്പൊ ലൈഫിൽ തോൽക്കുക എന്ന് പറയുന്നത്, ആ തോൽക്കുന്നതിനെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മളെ മക്കളെ കൊണ്ടെത്തിക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഫെയിലിയറിനെ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മളെ മക്കളെ പര്യാപ്തമാക്കണം എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശീലിപ്പിക്കണം. ഇല്ലായ്മകളെ കുട്ടികളെ അറിയിക്കുക തന്നെ ചെയ്യണം. നമ്മളെ വീട്ടിൽ ഒരു ദിവസം കട്ടൻ ചായ ആണെങ്കിൽ മക്കള് ചായ കുടിക്കില്ല. അങ്ങനെ പ്രശ്നമുണ്ട്, പല വീട്ടിലും ഉണ്ട്. കട്ടൻ ചായ കുടിക്കില്ല. അപ്പൊ കട്ടൻ ചായ കുടിക്കാൻ നമ്മൾ ശീലിപ്പിക്കണം. അവർക്ക് പാലില്ലാത്തൊരവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഒരു ദിവസം മൊബൈല് നമ്മളെ വീട്ടില് നെറ്റ് റീചാർജ് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ 1-2 ദിവസം മൊബൈൽ ഇല്ലാത്ത ഒരു എക്സ്പീരിയൻസ് അവർക്ക് കൊടുക്കണം, അല്ലെ? സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂർ പോകുന്നു, എന്തോ നമ്മളെ ഹസ്ബൻഡിന് പണി പോയി ബുദ്ധിമുട്ടാണ്, 2000 രൂപ കൊടുക്കണം, മോനെ ഇരുന്ന് സംസാരിക്കണം, മോനെ ഉപ്പാക്ക് വിഷമാണ്, പ്രയാസമാണ്, ഇപ്രാവശ്യം പൈസ അയച്ചിട്ടില്ല, അതുകൊണ്ട് ടൂർ നമുക്ക് അടുത്ത പ്രാവശ്യം പോവാട്ടോ എന്ന് കൺവിൻസ് ചെയ്യാനും ഉപ്പാന്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കി കൊടുക്കാനും ഒരു പാരന്റ് എന്ന രീതിയിൽ നമുക്ക് മനസ്സോടെ, എൻ്റെ മോൻ അങ്ങനെ ചിന്തിച്ച വിഷമല്ലേ, അതുകൊണ്ട് ഓനക്ക് അങ്ങനെ ആഗ്രഹമല്ലേ എന്ന് വിചാരിച്ച് നമ്മൾ ഇടുന്നെങ്കിൽ കടമായി കൊടുത്താൽ ഫെയിലിയറിനെ ടേസ്റ്റ് ചെയ്യാനുള്ള, എക്സ്പീരിയൻസ് ചെയ്യാനുള്ള അവസരങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഒരു 5 വീടിൻ്റെ അപ്പുറത്ത് ഒരു സൂയിസൈഡ് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഒരു വളരെ സമൂഹത്തിൽ വലിയ അറിയപ്പെടുന്ന ഒരാളായിരുന്നു. ഒറ്റ മോള് മാത്രമേ ഉള്ളൂ. ആ ഒറ്റ മോളുള്ള കുട്ടി എങ്ങനെ സൂയിസൈഡ് ചെയ്തു എന്നുള്ളത് അറിയാൻ അതിനെപ്പറ്റിയിട്ടുള്ള പിന്നീടുള്ള വിശകലനം ഞാൻ മനസ്സിലാക്കി. ആ വിഷയം ഞാൻ പഠിച്ചപ്പോൾ ആ കുട്ടി ഒറ്റ മോളായതുകൊണ്ട് തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു, കല്യാണം കഴിച്ചു, ഒരു കുട്ടിയായി. അപ്പോൾ ഹസ്ബൻഡിന് ജോലി പോയി. അപ്പോൾ ചെറുപ്പത്തിൽ കുട്ടിക്ക് നല്ലതായിട്ട് എല്ലാ കാര്യങ്ങളും ഉപ്പ ചെയ്തു കൊടുത്തു, എല്ലാ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തു. ഹസ്ബൻഡിന് പണി പോയപ്പോൾ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് കുട്ടി വന്നില്ല. രാത്രി സൂയിസൈഡ് ചെയ്തു എന്നുള്ളതാണ്. നമുക്ക് വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. പ്രത്യേകിച്ച് നമ്മളെ ഇസ്ലാം മതത്തിലൊക്കെ വളരെ കർശനമായ രീതിയിലുള്ള ഇടപെടലുകളുണ്ട്. പക്ഷെ എന്നിട്ട് കൂടി ആ കുട്ടി ആത്മഹത്യ, ഒറ്റൊരു മോള്, വല്ലാതെ സങ്കടമായിപ്പോയി. അപ്പോൾ നമുക്കത് ഫെയിലിയറിനെ, ഒരു പ്രശ്നം വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെറുപ്പത്തിലേ നമ്മുടെ മക്കൾക്ക് അതിനൊരു കരുത്ത് കൊടുക്കണം എന്നുള്ളതാണ്.
സെക്കൻഡ് വൺ അഡിക്ഷൻ ആൻഡ് സ്ക്രീൻ ടൈമാണ്. അഡിക്ഷൻ, ഒരുപാട് അഡിക്ഷൻസിൽ നമ്മളെ മക്കൾ വല്ലാതെ സ്ട്രെസ്സും പ്രഷറും അനുഭവിക്കുകയാണ്. എന്തൊക്കെ അഡിക്ഷൻ ഒന്ന് പറയാവോ? അഡിക്ഷൻസ് ഒന്ന് പറയാവോ? എന്തൊക്കെ അഡിക്ഷനിൽ നമ്മളെ മക്കളുള്ളത്? ഒന്ന് മൊബൈലാണ്, സോഷ്യൽ മീഡിയ, ഒന്ന് മൊബൈലാണ്, സോഷ്യൽ മീഡിയ ആണ്. പറഞ്ഞോളൂ. ഇന്ന് നമ്മൾ കാണുന്ന അഡിക്ഷൻ ഒന്നും അല്ല കേട്ടോ കുട്ടികളുള്ളത്. 14 വയസ്സുള്ള കുട്ടി എൻ്റെ അടുത്ത് വന്നിരുന്നു, എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്ത് വന്നിരുന്നു. പോൺ അഡിക്ഷനാണ്. നമ്മൾ പറഞ്ഞാൽ വിശ്വസിക്കൂല. 14 വയസ്സുള്ള കുട്ടിയാണ്. ഇറാനിലെ ഒരു കുട്ടിയായിട്ട് ലവ് ആണ് ആ കുട്ടി എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന മക്കളൊന്നും അല്ല, നമ്മുടെ മുമ്പിലെ മക്കളൊന്നും അല്ല ഈ മക്കള്. അപ്പോൾ വളരെയധികം സിവിയർ ആണ് കുട്ടികളെ പല മൂഡുകളും എന്ന് പറയുന്നത്. നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിൽ കുട്ടികൾ പല രീതിയിലും അഡിക്റ്റഡ് ആണ്. ഞാനൊരു കുട്ടിയെ 14 വയസ്സുള്ള ഒരു മോളെ ഒരു പ്രശ്നം വന്നിരുന്നു. ആ കുട്ടിയെ രാത്രി 10 തവണ ആ കുട്ടീൻ്റെ നിങ്ങൾ പറഞ്ഞ ഞെട്ടിപ്പോവും. ഞാനിത് എന്താ പറയുക, ഒരു ചില റിയാലിറ്റികൾ തുറന്നു പറയണമല്ലോ. 19 വയസ്സുള്ള ഒരു കുട്ടീനെയും കൂട്ടിയിട്ട്, അത് ആ കുട്ടിയാണല്ലോ, കുട്ടിയും കൂട്ടിയിട്ട് അവൻ്റെ പാരൻസും അവൻ്റെ ഒക്കെ വന്നിരുന്നു, എൻ്റെ ഓഫീസിൽ വന്നിരുന്നു. 14 വയസ്സുള്ളൊരു കുട്ടിയെ അവൻ പ്രഗ്നൻ്റ് ആക്കി. ചിന്തിച്ചു, നമുക്ക് ചിന്തിച്ചാലത് എങ്ങനെയാണ്. ഇവൻ നേരിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയാണ്, അതായത് കൗൺസിലിംഗ് സമയത്തല്ല പറയുന്നത്, മറ്റൊരു സമയം ഞാൻ എൻ്റെ പറഞ്ഞു, സാർ എനിക്ക് നിർബന്ധമായി സാറിനെ പേഴ്സണലായിട്ടൊന്ന് കാണണം, ഞാൻ സ്കൂളിലേക്ക് വരട്ടെ. അങ്ങനെ സ്കൂളിൽ ഒഴിവുള്ള സമയം ഞാൻ കൊടുത്തപ്പോൾ ആ കുട്ടി വന്ന് പറഞ്ഞു, 10 തവണ നമ്മളെ സെക്സ് നമുക്ക് ഇന്റർകോഴ്സ് നമ്മൾ ചെയ്തു എന്നാണ് പറയുന്നത്, പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് കുട്ടി പറയും. ഞാൻ എങ്ങനെയാണ് ഇതിനെ സർവൈവ് ചെയ്യേണ്ടത്? അപ്പോൾ അതിലെല്ലാ സൗകര്യങ്ങളും 14 വയസ്സുള്ള മോള് ചെയ്തു കൊടുത്തു എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കുന്ന രീതിയൊന്നുമല്ല. ആ 2 കുട്ടികളും പോൺ അഡിക്ഷന് അവർ രണ്ടാളും അഡിക്റ്റഡുമാണ്. നമ്മൾ വിചാരിക്കുന്ന ലെവലേ അല്ല നമ്മളെ മക്കളെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കേസുകൾ നമ്മൾ അറിയാതെ പോകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഇതിനൊക്കെ സൊല്യൂഷൻ? ഗെയിം അഡിക്ഷൻ. 13 വയസ്സുള്ള കുട്ടിയെ ഞാൻ ആ വീട്ടിൽ പോയിട്ട് കൗൺസിൽ ചെയ്തിരുന്നു. എൻ്റെ സ്കൂളിലെ കുട്ടിയാണ്. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവൻ 9 മണിക്കൂർ ഗെയിം അഡിക്റ്റാണ്. 9 മണിക്കൂർ. വീട്ടിൽ മൊത്തം പ്രശ്നമാണ്. വീട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ വലിയ പ്രശ്നമാണ്. അച്ചാച്ചൻ കൂടി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ഡിസോർഡേഴ്സ് ഉണ്ട്. പക്ഷേ ഈ കുട്ടി നിങ്ങൾ ചിന്തിച്ച് നോക്കണം, 9 മണിക്കൂർ ആ കുട്ടി ഗെയിമിന് അഡിക്റ്റാണ്. പിന്നീട് മെഡിസിൻ റെഫർ ചെയ്തു, കുറച്ച് കാലം അങ്ങനെ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടി ഒരു നോർമൽ ലൈഫിലേക്ക് വന്നത്. എന്താണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ, കുട്ടികളെ നന്നായിട്ട് നമ്മൾ എൻഗേജ് ചെയ്യണം. നന്നായിട്ട് എൻഗേജ് ചെയ്യും. കുട്ടികൾക്ക് അവരുടെ പാഷൻ കണ്ടെത്തി മാക്സിമം ആക്ടിവിറ്റീസിലേക്ക് അവരെ കൊണ്ടുവരണം എന്നുള്ളതാണ്. ചെറുപ്പത്തിൽ നമ്മുടെ ഫോണുമായിട്ടുള്ള ബന്ധം ഒരു അര മണിക്കൂറിലേക്ക് കുറച്ച് കർശനമായ രീതിയിൽ കൊണ്ടുവരുന്നത്. കുട്ടികൾക്ക് ഫോൺ കൊടുക്കണം, ഒരിക്കലും ഫോൺ കൊടുക്കാതിരിക്കരുത്. ഫോൺ കൊടുക്കണം, പക്ഷേ ടൈം നിർബന്ധമാണ്. ഷെഡ്യൂൾഡ് ആയിട്ടുള്ള 2 ടൈം കൊടുക്കണം. അത് തന്നെ മാക്സിമം സ്കില്ല് അവർക്ക് സ്വായത്തമാക്കുന്ന രീതിയിലുള്ള ഒരു അവസരമാക്കിയിട്ട് ഇതിനെ കാണണം. അവർ ചാനലൈസ് ചെയ്യണം. മാക്സിമം എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ പിന്നെ അവരെ വൈകുന്നേരത്തുള്ള കളി പ്രോത്സാഹിപ്പിക്കണം. അവർക്ക് വേണമെന്നുള്ള അവരുടെ എക്സ്ട്രാ എനർജി എങ്ങനെ ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് ശരിക്കും നമ്മൾ ഈ പാരന്റിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയ ഒരു വിഷയം തന്നെ, അതങ്ങനെ ആയിക്കോളും, കുട്ടികൾ അങ്ങനെ വളർന്നോളും. ഇപ്പം നമ്മളൊക്കെ വളർന്നത് അങ്ങനെയാ എന്നൊക്കെ നമ്മളെ ചിന്താഗത. പക്ഷെ അതൊന്നുമല്ല. പാരന്റിങ് എന്നുള്ള ശരിക്കും ഒരു പഠിക്കേണ്ട വിഷയമാണ്. നമ്മളെങ്ങനെയാണോ ഒരു കാര്യം ഒരു കോഴ്സിൽ പഠിച്ച് നമ്മൾ നല്ല എഫിഷ്യൻസിയോടെ കാര്യം കൈകാര്യം ചെയ്യുന്നത്. ഒരു നേഴ്സ് എങ്ങനെ നേഴ്സാവുന്നത്? നന്നായിട്ട് പഠിച്ചു. അല്ലാണ്ട് ഒരു സൂചിയും കുത്തിയെടുത്തിട്ട് പോയി കഴിഞ്ഞാൽ നേഴ്സാവില്ലല്ലോ. നന്നായിട്ട് പഠിക്കുന്നു. ആ വിഷയം പഠിക്കുകയും എങ്ങനെ നമ്മുടെ മക്കളുമായിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം, ഏത് രീതിയിൽ എന്ത് ബിഹേവിയറിലേക്ക് നമ്മൾ കൊണ്ടുവരണം എന്നൊക്കെ പഠിച്ചു മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ്. പക്ഷെ ദൗർഭാഗ്യവശാൽ അങ്ങനെ ഒരു പഠനം നമ്മുടെ ഒരു രീതിയിൽ നടക്കുന്നില്ല എന്നല്ല. നമ്മളെ സ്കൂളിലോ മറ്റു കോളേജ് തലങ്ങളിലൊന്നും ഒരു ലൈഫ് സ്കില്ലുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ കുട്ടികളെ എങ്ങനെ ഏത് രീതിയിൽ നമുക്കൊരു നല്ല പേരൻ്റ് ആവാന്നുള്ള നല്ലൊരു പഠനം നടക്കുന്നില്ല. അങ്ങനെ പഠനം കിട്ടാത്ത പല രക്ഷിതാക്കളിലും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള ഒരുപാട് ഡിസോർഡേഴ്സിന് അവർ അഭിമുഖീകരിക്കുന്നു. അവർക്ക് ഇത്രയും വലിയൊരു പ്രഷറിന് കാരണമാകുന്ന രീതിയിൽ സാഹചര്യങ്ങൾ ഒരുങ്ങുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ 2Bയിലൊരു ഒരു കുട്ടീൻ്റെ കഥ പറയാം. 2B ഇതൊക്കെ ഞാൻ ട്രീറ്റ് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് പറയാം. 2Bയിലെ കുട്ടിങ്ങൾ ചിന്തിച്ചു, 7 വയസ്സുള്ള കുട്ടിയാണ്. ആ കുട്ടീൻ്റെ കേസ് 1ാം ക്ലാസ്. ആ കുട്ടി നിഷ ടീച്ചർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറേ ഇവരെന്താ ചെയ്യുന്ന അറിയോ, എല്ലാ കുട്ടികളെയും കെട്ടിപ്പിടിക്കുന്നു, പെൺകുട്ടികളെ കെട്ടിപ്പിടിക്കുന്നു, ഒന്നിച്ചിങ്ങനെ തൊട്ടുരുമി നടക്കുന്നു,
ഇവനിക്ക് വലിയ വലിയ പെൺകുട്ടികളായിട്ട് ഭയങ്കര അറ്റാച്ച്മെന്റ്, എന്തോ ഡിസോർഡർ, എന്തോ പ്രശ്നമുണ്ട്. ഞാൻ രക്ഷിതാവിനെ വിളിച്ചു, 2 പാരൻസ് വിളിച്ചു, കൗൺസിലിംഗ് റൂമിൽ ഇരുന്നു, കാര്യങ്ങളെ വിശദമായി ചോദിച്ചു, എങ്ങനെയൊക്കെയാണ് ചോദിച്ചു. പറഞ്ഞു, സാറേ അമ്മടുത്ത് ഒരു അബദ്ധം പറ്റിപ്പോയി. എന്താ അബദ്ധം? നമ്മൾ അത്യാവശ്യം വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. അപ്പൊ അത് കാണാറുള്ള സമയത്ത് ഇവൻ എന്ത് ചെയ്യും, ആ ഹിസ്റ്ററി എടുത്ത് നോക്കി രണ്ടാമത് ഇവൻ സ്വന്തമായിട്ട് കാണും. നമ്മൾ പറയുമ്പോൾ അത്ഭുതത്തോടെ നമ്മൾ ഒരു തരം ഒരു എക്സാഗ്രേഷനിൽ നമ്മൾ കാണണ്ട. ഇതൊക്കെ ലൈവായി നടക്കുന്ന കഥകളാണ്. അപ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആവണം നമ്മുടെ കുട്ടികളുടെ കാര്യത്തിൽ എന്നുള്ളതാണ്. ഗെയിംസ്, ആക്ടിവിറ്റീസ് ഇത് നന്നായി വർദ്ധിപ്പിക്കണം. കുട്ടികളായിട്ട് നന്നായിട്ട് കളിക്കണം. പാരൻസ് എന്ന രീതിയിൽ നമ്മൾ സാധനം വാങ്ങിച്ചു കൊടുത്തൊരു കാര്യമില്ല, കുട്ടികളായിട്ട് കളിക്കണം. ഞാൻ എനിക്ക് എൻ്റെ 3 മക്കള്, ആ മക്കളെ കൂടെ ഞാൻ കളിക്കാറുണ്ട്, വൈകുന്നേരം കളിക്കാറുണ്ട്. എൻ്റെ ചെറിയ മോനുണ്ട്, മോനുമായിട്ട് ഞാൻ ഫുട്ബോൾ കളിക്കാറുണ്ട്. അത് നല്ല സ്കില്ല് കുട്ടിയൊക്കെ വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഷട്ടിൽ ബാറ്റ് ഞാനും വൈഫും കളിക്കാറുണ്ട്. അപ്പോൾ വീട്ടിൽ നമുക്ക് നല്ല ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ടെങ്കിൽ നല്ല മൂഡോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ വെറും പൈസ സാധനം കൊടുക്കുന്ന രക്ഷിതാവായിട്ട് മാറരുത്. പകരം അവരൊപ്പം അത്യാവശ്യം കളിക്കാനും ചിരിക്കാനും ഷെയർ ചെയ്യാനും പറ്റുന്ന നല്ലൊരു ഫ്രണ്ടായിട്ട് നമ്മൾ മാറണം എന്നുള്ളതാണ്. ഇതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന ഒരു കാര്യമാണ്, കുറച്ച് മുതിർന്ന കുട്ടികൾ ഇൻസ്റ്റാഗ്രാം സ്വന്തമായിട്ട്, ഒരു 7ാം സ്റ്റാൻഡേർഡ് മുതൽ കുട്ടികൾക്ക് ഇൻസ്റ്റാഗ്രാം സ്വന്തമായിട്ട് ഐഡിയ ഉണ്ട്. ഞാൻ എൻ്റെ പങ്കള മകളെ എന്നെ ഓർമ്മ വരികയാണ്. സ്വന്തമായിട്ട് 7ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്വന്തമായിട്ട് ഇൻസ്റ്റാഗ്രാം ഐഡി, അതിലെല്ലാ കാര്യങ്ങളും കാണുന്നു. റീൽ എന്താണ്, റിയൽ എന്താണെന്നൊന്നും മനസ്സിലാവാതെ എല്ലാം ഒരു തരം ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തതിലേക്ക് വരികയാണ്. ഈ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നടക്കുന്ന സംഭവം എന്താണെന്നറിയോ? അവർക്ക് റീൽസും റിയലൊന്നും അറിയില്ല. അവർ കാണുന്ന ഈ റീൽസ് തന്നെയാണ് ലോകമെന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ അങ്ങനെ ആവണം എൻ്റെ അച്ഛൻ, അങ്ങനെയാണ് എൻ്റെ ഉമ്മ, എനിക്ക് കിട്ടുന്ന ഹസ്ബൻഡ് അങ്ങനെ ആവണം, എൻ്റെ ഭാവിയിലുള്ള സെറ്റപ്പ് ഇങ്ങനെ ആവണം. ഇതൊക്കെ ഇവരുടെ സ്വപ്നങ്ങളാണ്. ആ സ്വപ്നങ്ങൾക്കനുസരിച്ച് നമുക്ക് അവരങ്ങനെ വിചാരിക്കുന്നത്. അപ്പോൾ ആ വിചാരത്തിനനുസരിച്ചിട്ട്, അവരുടെ കൺസെപ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് പോകാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് പ്രഷർ കാണിക്കുകയും അത് വാശിയായും വൈരാഗ്യമായും ഒക്കെ മാറുന്നു എന്നുള്ളതാണ് അതിൻ്റെ പിന്നിലെ സത്യം. അതുകൊണ്ട് നല്ല കൺട്രോള് നമുക്ക് ചെറുപ്പത്തിലേ, അതായത് പിന്നീട് ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് കഴിഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടികൾക്ക് അരമണിക്കൂർ ഞാൻ എൻ്റെ വീട്ടിൽ എഴുതി വെച്ചിട്ടുണ്ട്. ആയിഷക്ക് രാവിലെ ഇത്ര മണി മുതൽ ഇത്ര വരെ, വർദ്ധക്ക് ഇത്ര മണി മുതൽ ഇത്ര മണി വരെ, ഹംദാന് ഇത്ര മണി മുതൽ ഇത്ര മണി. ആ സമയമല്ലാത്ത ഒരു സമയം ഒരു കാരണവശാലും കൊടുക്കില്ല. അപ്പം മൊബൈൽ കൊടുക്കും, പക്ഷെ കൃത്യമായിട്ട് ടൈം ഷെഡ്യൂൾ ചെയ്യണം. അതിപ്രധാനമാണ്. അടുത്ത പ്രശ്നം കമ്പാരിസൺ. നമ്മുടെ വീട്ടിലെ തൊട്ടപ്പുറത്ത് വന്നിട്ട് ഭാര്യ, അങ്ങനെ നമ്മളെ വീട്ടിലെ തൊട്ടപ്പുറത്തുള്ള ഒരു പെണ്ണ്, ഓക്കെ, ആ പെണ്ണിൻ്റെ സ്റ്റാറ്റസ് എടുത്തിട്ട് ഭാര്യ പറയാം, ഓ ഓളൊക്കൊരു ഭാഗ്യം നോക്കണേ, കല്യാണം കഴിഞ്ഞിട്ട് 2 കൊല്ലമാകുമ്പോഴത്തേക്ക് ഓൾ പോവാത്ത സ്ഥലമില്ല, പിന്നെ ഏടെല്ലാം സ്റ്റാറ്റസ് കാണുന്നു, ഏടെല്ലാം പോകുന്നു, ഈടെ ഒരാളുണ്ട്, എന്താ ചെയ്യുക, നമ്മളെ വിധി അങ്ങനെ ആയിപ്പോയി എന്നൊരു കമൻ്റ് നമ്മോട് പറഞ്ഞ എന്താ അവസ്ഥ ഉണ്ടാകുക? അന്നവിടെ യുദ്ധം നടക്കൂലേ? ശരിക്കും നടക്കും. ഇതേ അവസ്ഥയാണ് നമ്മുടെ മക്കൾ. ഒരു കാരണവശാലും മറ്റൊരു കുട്ടിയായിട്ട് നമ്മൾ കമ്പാരിസൺ ചെയ്യരുത്. ഇത് കുട്ടികൾക്ക് ഏറ്റവും വലിയ പ്രഷറാണ്. ഏറ്റവും വലിയ പ്രഷർ കുട്ടികൾക്ക് ഈ താരതമ്യം ചെയ്യുക, കമ്പാരിസൺ ചെയ്യുക. നമ്മുടെ വീട്ടിലെ ഏട്ടത്തി അനിയത്തിയുള്ള മക്കളുമായിട്ടോ അവർക്കൊരു മാർക്ക് കുറയുമ്പോഴോ നമ്മൾ ഒരിക്കലും കമ്പാരിസൺ ചെയ്യരുത്. നമുക്ക് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഒരു കുട്ടി പഠനത്തിൽ പുറകോട്ടാണെങ്കിൽ അതിൻ്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ആരാണ്? പാരൻ്റായ നമ്മളാണ്. കാരണം നമ്മൾ ഇടപെടലില്ലാത്തത് കൊണ്ടാണ്. എല്ലാ കുട്ടികളും എല്ലാ കഴിവിനെയും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഭൂമിയിലേക്ക് പറന്നു വരുന്നത്. അതിനെ മോൾഡ് ചെയ്തെടുക്കേണ്ട നല്ല റെസ്പോൺസിബിലിറ്റി നമ്മുടേതാണ്. നമുക്ക് സമയമില്ല, നമുക്ക് റീൽസ് നോക്കണം, നമുക്ക് കുറേ കഥ പറയണം, നമുക്ക് കുറേ സമയങ്ങൾ ഷോപ്പിങ്ങിന് പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, സമയമില്ല നമുക്ക് നോക്കാൻ നമ്മളെ മക്കൾ. 1 മണിക്കൂർ നമ്മൾ നമ്മളെ മക്കൾക്ക് വേണ്ടി രാത്രി അല്ലെങ്കിൽ രാവിലെ പഠനത്തിന് വേണ്ടിയിട്ടോ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടിയോ നല്ല കോൺസെൻട്രേഷൻ എടുത്ത് കൊടുത്തു നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് വരും. ഞാൻ എടുത്ത് കേസ് വരുന്ന പല ലേണിംഗ് ഡിസബിലിറ്റി ആയിട്ടോ മറ്റ് കേസ് വരുന്നപ്പോൾ ഞാൻ അവരോട് പറയുന്നത് കറക്റ്റായൊരു കാര്യമാണ്. നിങ്ങളൊരു 21 ദിവസം കൃത്യമായിട്ട് ഒരു ടൈം ഷെഡ്യൂൾ കൊടുത്തിട്ട് പറയും, 7 മണി മുതൽ 8 മണി വരെ കൃത്യമായിട്ട് മോളോട് എന്ത് ചെയ്യണം, ഈ മോളുടെ കൂടെ നിങ്ങൾ ഇരിക്കണം, മോള് വായിക്കുന്നത് കേട്ടാൽ മതി, നിങ്ങൾ പഠിപ്പിക്കൊന്നും വേണ്ട, ശ്രദ്ധിക്കണം, അവരെ കൂടെ നിന്ന് കൊടുക്കേ. അപ്പോൾ കറക്റ്റായിട്ട് ആ സംഭവം നടക്കും എന്നുള്ളതാണ്. അപ്പോൾ അത് വളരെ പ്രധാനമാണ്. ഒരിക്കലും നമ്മുടെ കുട്ടികളെ കമ്പാരിസൺ ചെയ്യരുത് എന്നുള്ളതാണ്. ഇനി ലാസ്റ്റിലേക്ക് പോവാണ്. കുറച്ച് ടൈമേ ഇന്ന് എനിക്ക് പറയാൻ പറ്റുന്നുള്ളൂ. വേറെ ചെറിയ പ്രോഗ്രാം ഉണ്ട് 8:45.
അതായത് വാലിഡേറ്റ്, അവരുടെ ഇമോഷനെ വാലിഡേറ്റ് ചെയ്യാന്ന് പറയും. അതായത് എന്തെങ്കിലും ഒരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ കുട്ടികൾ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. അത് വലിയ പ്രശ്നമാണ്. കുട്ടിക്ക് തെറ്റ് പറ്റും, പലപ്പോഴും തെറ്റ് പറ്റും, ഉറപ്പാണ്. ചിലപ്പോൾ ഫാൾ ഇൻ ലവിലും കൂടെ ഒരു 7ാം ക്ലാസ് 8ാം ക്ലാസ് വരുമ്പോൾ ഒക്കെ കുട്ടികൾ ഇപ്പം എന്തെങ്കിലും ലവിലോ ഒരു എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ വീണാൽ നമ്മളുള്ള എല്ലാ എതിർപ്പും, ഹസ്ബൻഡിനോടുള്ള വെറുപ്പും, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും നമ്മൾ ആഗ്രഹം നടക്കാത്ത പ്രശ്നം, ഇതൊക്കെ കുട്ടീനോട് ആ സമയത്ത് അടിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒച്ചത്തിൽ പറഞ്ഞിട്ടോ കുട്ടിയോട് തീർക്കും. ഇത് കുട്ടിക്ക് എന്താ ഉണ്ടാവുക? കുട്ടി പയ്യെ എന്ത് ചെയ്യും അറിയോ? സംസാരിക്കാത്ത അവസ്ഥയിലേക്ക് വരും. അതായത് തെറ്റുണ്ടെങ്കിൽ ആ തെറ്റ് എൻ്റെ ഉമ്മയോട് അല്ലെങ്കിൽ അതിൻ്റെ ഉപ്പയോട് പറയാൻ പേടിയുള്ളൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ കുട്ടി മനസ്സ് തുറക്കാതിരിക്കുമ്പോൾ എന്ത് ചെയ്യും? അത് മുതലെടുക്കാനും അത് ആരെങ്കിലും ഒരാൾ കേട്ടാൽ അതിന് റിലീവ് ഉണ്ടാവാൻ പറ്റുന്ന രീതിയിലേക്ക് സാഹചര്യം വരും. അതുകൊണ്ട് തന്നെ പ്രശ്നങ്ങളെ പറ്റി അത് തുറന്ന് പറയാൻ പറ്റുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ ഫ്രീ ആവണം എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കുട്ടി നമ്മളെല്ലാം തുറന്നു പറയുന്ന രീതിയിലേക്ക് അത്രയും നല്ലൊരു അടുപ്പം നമുക്ക് ഉണ്ടാവണം. ഒരു ഓട്ടോക്കാരൻ ഒരു കുട്ടിയും കൊണ്ട് വന്നു, ഞങ്ങളെ കുറച്ച് അങ്ങോട്ടുന്ന ഒരു ഭാഗത്തു നിന്നാണ്, എന്നോട് വന്നു. ഒരു കുറച്ച് പഴയ തലമുറയിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ആ ഒരു കുട്ടിയെ കൊണ്ട് വന്നു, വൈകുന്നേരം 4 മണിക്ക് വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു, പിന്നെ സാറേ ഇവന് MDMA, ഉമ്മ പറഞ്ഞതാ, MDMA ഒക്കെ ഉപയോഗിക്കാറുണ്ട്. ഇവൻ എന്തോ ഒരു പേസ്റ്റ് എല്ലാ ദിവസവും ഇങ്ങനെ വായിതാ, ആ പേസ്റ്റിൻ്റെ കവർ ഇതാ എന്നൊക്കെ കണ്ടിട്ട് ഞങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ എന്നിട്ട് ഭയങ്കരമായി കുട്ടിയെ കുറ്റി ഇങ്ങനെ പറയാം. എന്നിട്ട് പിന്നെ ഞാൻ എൻ്റെ മോനെ ഇരുത്തി, മോനൊരു പ്രത്യേക പ്രകൃതത്തിലാണ് വന്നത്. ഒരു 16 വയസ്സുണ്ടാവും. ഇൻസൈഡ് ഒരു ടീഷർട്ട് ഇൻസൈഡെല്ലാം ആക്കി ഒരു തരം കാണുമ്പോൾ ഒരു സൈക്കോ ടൈപ്പാണ് തോന്നുന്നു നമുക്ക്. അപ്പോൾ ഞാൻ മോനെ വന്ന പാടിനെ കെട്ടിപ്പിടിച്ചു, അവിടെ ഇരുത്തി, വിശേഷങ്ങളൊക്കെ ചോദിച്ചു. റാപ്പൊക്കെ ചെയ്തപ്പോൾ ചോദിച്ചു, മോനെ എന്താണ്, മോനെന്താ എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, എൻ്റെ മുഖത്ത് കാണുന്നു, എന്തോ എനിക്കൊരു വിഷമമുണ്ടല്ലോ. കുട്ടി ഒറ്റ പൊട്ടിക്കരയിൽ. അപ്പം എന്നോട് പറഞ്ഞു, എൻ്റെ സാറേ എന്താ പ്രശ്നം അറിയാം, എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ ഇപ്പം എപ്പോൾ അടിയാണ്, എപ്പോഴും കുഴപ്പമാണ്. ഉമ്മാക്ക് ഉപ്പാനെ തീരെ കണ്ടുകൂടാ, ഉപ്പാക്കോ ഉമ്മാനെ കണ്ണിലിട്ട് കണ്ടുകൂടാ. എനിക്ക് ഒരുപാട് പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. ഞാൻ ആരോടാ പറയാം? എനിക്ക് പറയാൻ ഒരാൾ വേണ്ടേ? അപ്പം ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറയും. എൻ്റെ സുഹൃത്തുക്കൾ പറഞ്ഞു, എടാ നീ എൻ്റെ പരം വന്നോന്ന് പറഞ്ഞു, എനിക്ക് കുറച്ച് കഴിക്കാൻ സാധനം തന്നു, ഞാൻ കഴിച്ചു. അപ്പം എനിക്കതിൽ സുഖം തോന്നി. ഞാനിപ്പോൾ വീട്ടിൽ പോകാറില്ല, ഞാൻ എൻ്റെ ഉമ്മമ്മേൻ്റെ വീട്ടിലാണ് പോകാറ്. കാരണം എൻ്റെ വീട്ടിൽ എനിക്ക് പോകാൻ മനസ്സില്ല, എന്നെ കേൾക്കാൻ ആരുമില്ല. ഇപ്പം കേൾക്കാൻ എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, അവർ കേൾക്കും. പിന്നെ എനിക്കൊരു ലവറുണ്ട്, അവള് കേൾക്കും. കുട്ടികൾ ഇങ്ങനെ പോവാണ്. അപ്പോൾ നമ്മൾ കേൾക്കാൻ റെഡി ഇല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ചെടി വെയിൽ തേടി ഇങ്ങനെ ഇടയിലേ പോകുന്നത് പോലെ വെയിൽ തേടി നമ്മുടെ മക്കൾ പോകും എന്നുള്ളതാണ്. അത് വലിയൊരു പ്രശ്നമാണ്. കുട്ടികൾക്ക് ഒരു സേഫ്റ്റി ഫീൽ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ അടുപ്പം, ഇൻറ്റിമസി വർദ്ധിപ്പിക്കണം. നെക്സ്റ്റ് വളരെ പ്രധാനപ്പെട്ട ടൈറ്റ് ഷെഡ്യൂൾ. നേരത്തെ ഒരു മാഡം പറഞ്ഞതാണ് ടൈറ്റ് ഷെഡ്യൂൾ. ഞാനൊരു കഴിഞ്ഞ കുറച്ച് മട്ടന്നൂർ ഭാഗത്തുനിന്ന് ഒരു കുട്ടി വന്നിരുന്നു. ആ കുട്ടി പറഞ്ഞ സങ്കടം പറയാം. സാറേ എനിക്ക് രാവിലെ 7 മണി മുതൽ 8:30 വരെ ട്യൂഷൻ, 9 മണിക്ക് ഞാൻ സ്കൂളിലേക്ക് പോകും, വൈകുന്നേരം 5:30 വീട്ടിലെത്തുക, 6:30 മുതൽ 9 മണി വരെ മദ്രസ. ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഒരു സമാധാനമില്ല. ഉമ്മയെ അങ്ങനെ പഠിക്കാൻ വേണ്ടി ഇങ്ങനെ പഠിക്കുക എന്നിട്ട് എൻ്റെ ട്യൂഷനും അവിടെ ഇവിടെ അയച്ചാൽ എനിക്ക് സ്വസ്ഥതയില്ല, സമാധാനമില്ല. എനിക്ക് ഇതൊന്നും വേണ്ട, ഞാൻ അനങ്ങാണ്ട് കിടന്നുറങ്ങുകയാണ്, എനിക്കിതിൽ മടുത്ത് മറ്റേ കുട്ടി ഇങ്ങനെ പൊട്ടിത്തെറിക്കുക. പല വീടുകളിൽ നടക്കുന്നത് സ്ട്രെസ് ശരിക്കും കുട്ടികൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു വല്ലാത്തൊരു പ്രഷർ നമ്മൾ കൊടുക്കുന്നത്. പഠനത്തിലും മറ്റു കാര്യങ്ങളിലും ടൈറ്റ് ഷെഡ്യൂൾ കൊടുക്കരുത് എന്നുള്ളതാണ്. അതായത് കുട്ടികൾക്ക് വേണ്ട ശരിക്കും ഒരു ഹാർഡ് വർക്കല്ല, നമ്മൾ പഠിപ്പിക്കേണ്ട സ്മാർട്ട് വർക്കാണ്. സ്മാർട്ട് വർക്കുള്ളവരാണ് എല്ലായിടത്തും വിജയിക്കുക, അല്ലേ? നന്നായിട്ട് ഹാർഡ് വർക്ക് എടുത്തവർ വിജയിക്കാറില്ല, സ്മാർട്ട് വർക്കാണ്. അപ്പോൾ ആ സ്മാർട്ട് വർക്കിൻ്റെ സ്കില്ല് കുട്ടികൾക്ക് കൊടുക്കണം. പഠനത്തിൽ കൃത്യമായൊരു ടൈം ടേബിൾ ഉണ്ടാക്കണം, പഠിക്കാൻ നല്ല സ്ഥലം ഉണ്ടാക്കണം. അതുപോലെ അവർക്ക് ഈ സൺഡേ അവർക്ക് നല്ലൊരു ഫീലിംഗ് ഉണ്ടാകുന്ന രീതിയിൽ കോച്ചിങ്, ഒരു ഫുട്ബോൾ കോച്ചിങ്ങോ അല്ലെങ്കിൽ ഒരു സംഗീതം പഠിക്കലോ, അവർക്ക് പാഷനേറ്റ് ആയ ഏതെങ്കിലും ഒരു രീതിയിലേക്ക് ആ സൺഡേ നന്നായിട്ട് കൊണ്ടുപോകണം. വൈകുന്നേരം, ഞാൻ ഇപ്പോഴും എല്ലാവരും പറയുന്ന കേസാണ്, വൈകുന്നേരം 1 മണിക്കൂർ കുട്ടികൾ കളിക്കണം. വേർപ്പ് വരുന്ന രീതിയിൽ നന്നായിട്ട് കളിക്കണം. അതിന് നമുക്ക് എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കണം. അങ്ങനെ കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഉറപ്പാണ് നമ്മുടെ മക്കൾ ഒരു MDMAനും പോകില്ല,
ഒരു പ്രണയത്തിലും അകപ്പെടില്ല, അല്ലെങ്കിൽ ഒരു പ്രശ്നത്തിലേക്ക് മക്കൾ വരില്ല എന്നുള്ളതാണ്. ഓക്കെ, എൻ്റെ ഫൈനലിലേക്ക് പോവാണ്. കോൺഫ്ലിക്റ്റ് എമംഗ് ദ പാരൻസ് വളരെ പ്രശ്നമാണ്. ഞാൻ പറഞ്ഞു 11 വയസ്സായി ഇപ്പോൾ ട്രീറ്റ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരു കുട്ടീൻ്റെ എക്സ്പീരിയൻസ് പറയാം. 11 വയസ്സുള്ള മോനാണ്, കാസർഗോഡാണ് അവരെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത്. HM കുറേ ദിവസമായി പറഞ്ഞു, പരീക്ഷയൊക്കെ ആണ്, ലാസ്റ്റ് ഡേറ്റിലേക്ക് വെച്ചു. കഥ വളരെ ഷോർട്ടായിട്ട് പറയാം. 11 വയസ്സുള്ള മകൻ ഏകദേശം 12 വയസ്സെ കല്യാണം കഴിച്ചിട്ട് അവർ അപ്പോൾ കാസർഗോഡ് കല്യാണം കഴിച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അവർക്ക് എന്തൊരു സൗന്ദര്യ പ്രശ്നമാണ്, പിന്നെ അത് സാമ്പത്തിക പ്രശ്നം, പിന്നെ അയാൾക്ക് വേറെ ഒരു ലംഘ്യം എന്നൊക്കെ പറയുന്നു. പക്ഷെ ഇവർ തമ്മിൽ വളരെ കോൺഫ്ലിക്റ്റീവ് ഇല്ലാതെ വന്നു. ഈ 10 വർഷം ഈ കുട്ടി അമ്മേനെ അടിക്കുന്നതും അമ്മേനെ വഴക്ക് പറഞ്ഞതും അമ്മ തിരിച്ചു പറഞ്ഞതൊക്കെ കണ്ട് ഇപ്പൊ കുട്ടീൻ്റെ അവസ്ഥ എന്താ അറിയും? 2ാം ക്ലാസ്സിൽ സ്റ്റാൻഡേർഡാണ് കുട്ടി. ലേണിംഗ് ഡിസബിലിറ്റി ഉണ്ട്, ബിഹേവിയർ ഇഷ്യൂസ് ഉണ്ട്. കുട്ടി കാണുന്ന ആളെയൊക്കെ കെട്ടിപ്പിടിക്കുന്നു എന്നുള്ള പ്രശ്നം. ആരെ കണ്ടാലും, എന്നെ കണ്ടാലും ഓടി വന്ന് കെട്ടിപ്പിടിക്കും. അപ്പോൾ കാണുന്ന ആൾക്ക് സൈക്കോ എന്ന രീതിയിലാണ് കുട്ടിയെ കാണും. അപ്പോൾ ഇതിന്റെ റൂട്ട് കോസ് അന്വേഷിച്ചപ്പോൾ കറക്റ്റായിട്ട് ഈ കോൺഫ്ലിക്റ്റ് ആണ്. അപ്പോൾ ഇപ്പോഴത് കേസ് കോടതിയിലാണ്. അപ്പോൾ ഞാനത് കറക്റ്റായി സൊല്യൂഷൻ പറഞ്ഞു. നിങ്ങളത് ഡൈവോഴ്സ് ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൃത്യമായി അത് പെട്ടെന്ന് ഡൈവോഴ്സ് ചെയ്ത് അതെന്തായാലും തിരിച്ചു വരില്ല എന്ന് 100%. 6-7 വർഷമായി അവർക്ക് താല്പര്യമില്ല. നിങ്ങൾ നല്ലൊരു ലൈഫിലേക്ക് വരൂ, കുട്ടിയെ നന്നായി ശ്രദ്ധിക്കും. അപ്പോൾ ഒരു ലൈഫിലേക്ക് തിരിച്ചു വരേണ്ട പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയൊരു പ്രശ്നം നമ്മൾക്ക് കുട്ടികൾക്ക് കിസ്, ഇപ്പം ഞാനിപ്പോൾ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, നമ്മുടെ വീടുകളിൽ നമ്മളെ വൈഫിനെ നമ്മൾ കിസ് ചെയ്യുന്നത് അതൊരു സ്നേഹത്തിൻ്റെ ഭാഷയാണ് അല്ലേ? നമ്മളെ മക്കൾ കാണാറുണ്ടോ? ഇല്ല. അതായത് കാണാൻ പറ്റാത്ത വഴക്കും വക്കാണവും പ്രശ്നങ്ങളും കുറ്റപ്പെടുത്തലും മക്കൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ കാണേണ്ടത് കാണുന്നില്ല അല്ലേ? അത് വലിയൊരു പ്രശ്നമാണ്. കാണേണ്ടത് മക്കളെ കാണണം, കാണാൻ പറ്റാത്തത് നമ്മൾ ചിലപ്പം വഴക്കുണ്ടാവാം, പ്രശ്നം ഉണ്ടാവും, ഇപ്പൊ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അത് വാതിലടച്ച് നമ്മൾ മുറിക്കുള്ളിൽ തീർക്കേണ്ടതാണ്. മക്കളെ മുമ്പിൽ ദേഷ്യത്തോടെ തീർക്കുമ്പോൾ ഇത് മക്കളുടെ മുമ്പിൽ വലിയ മുറിവായി അത് പ്രഷറായി കുട്ടികളുടെ കൂടെ വരുന്നു എന്നുള്ളതാണ്. നെഗറ്റീവ് കമാൻഡ്സ് വലിയ പ്രശ്നമാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് പറഞ്ഞത് ഓർമ്മിക്കുന്നു. എന്തു പറഞ്ഞാലും നമ്മൾ മക്കളെ കുറിച്ച് നെഗറ്റീവ് പറയാം. നമ്മൾ PTA മീറ്റിംഗ് ഓൻ വീട്ടിലെത്തിയ ടീച്ചറെ മഹാ കച്ചറിയാണ്, ഓൻ നോക്കി എനിക്ക് ഇടങ്ങാറായി, എന്തൊരു അസുര വിത്താണ്, ഇതൊക്കെ നമ്മൾ സ്കൂളിൽ നിന്ന് ചെറിയ ആൾ പറയാം. ഞാൻ ഇവൻ എന്താ ചെയ്യേണ്ടതെന്ന് തിരിയില്ല, ടീച്ചർ മുമ്പെന്ന് പറയും. ഇപ്പം അമ്മയോട് വല്ലാതെ ദേഷ്യം വരും. അതിന് പകരം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുട്ടിയെക്കുറിച്ച് നമ്മൾ നല്ലത് പറഞ്ഞു തുടങ്ങാം, പോസിറ്റീവ് പറഞ്ഞു തുടങ്ങാം. ഒരു 21 ദിവസം നമ്മളെല്ലാവരും കൂടി ഒരു പോസിറ്റീവ് പറഞ്ഞു നോക്കി, കുട്ടിയാകെ മാറും. കുട്ടിയുടെ ചുറ്റുപാടും കുട്ടിയുടെ രീതികളും ഒക്കെ മാറും എന്നുള്ളതാണ്. അത് സൈക്കോളജിക്കലായൊരു മൂവ്മെന്റ് ആണ്. കൃത്യമായിട്ട് നമ്മളത് പാലിച്ച് കഴിഞ്ഞാൽ നമ്മളെ മക്കൾ മാറും. ഒരു കുട്ടിയും നെഗറ്റീവ് പറഞ്ഞ് നന്നായിട്ടില്ല, അതൊരു ഫാക്റ്റാണ്. നെഗറ്റീവ് പറഞ്ഞ് ഒരു കുട്ടിയും ലോകത്ത് നന്നായിട്ടില്ല. അപ്പൊ എന്ത് ചെയ്യേണ്ടത്? പോസിറ്റീവ് പറയാം. ചെറിയ പോസിറ്റീവ് പോലും നമ്മൾ നല്ല റിവാർഡ്സ് കൊടുത്ത് അവരെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുക, മോട്ടിവേറ്റ് ചെയ്യുക. അവർ നന്നായിക്കോളും, ഓട്ടോമാറ്റിക്കലി നന്നായിക്കോളും. സെൽഫ് സഫിഷ്യൻസി, ഇതിനൊക്കെ നമ്മൾ സർവൈവ് ചെയ്യാൻ പഠിപ്പിക്കേണ്ടതാണ്. പാല് വാങ്ങാൻ കുട്ടീനെ അയക്കണം. നമ്മൾ ഇവിടെ പോകുമ്പോൾ, എവിടെ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോൾ ഒരു ബില്ല് കൊടുക്കുക കുട്ടികൾക്ക്. എന്നിട്ടോ ആ ബില്ല് എഴുതിയ പോലെ മോൻ സാധനങ്ങളൊക്കെ എടുത്ത് ഒന്ന് മാനേജ് ചെയ്യാൻ പഠിപ്പിക്കുക. വീട്ടിലൊരു കല്യാണം വരുമ്പോൾ മക്കൾക്ക് സ്പേസ് കൊടുക്കുക. മോനെ നീ ഇന്ന കാര്യം മോനാ ചെയ്യണ്ട കേട്ടോ, അവർക്ക് റെസ്പോൺസിബിലിറ്റി കൊടുക്കുക. അങ്ങനെ നമ്മൾക്ക് അവർക്കൊരു റോള് കൊടുക്കണം വീട്ടിൽ. അപ്പോൾ അവർക്കൊരു മാനേജ്മെന്റ് സ്കില്ല് വരും. ഞാൻ ഈ വീട്ടിൽ പരിഗണിക്കപ്പെടുന്ന ഒരാളാണെന്നുള്ള ബോധം കുട്ടികൾക്ക് വരും. അത് നമ്മളുടെ ഇന്റിമസി വർദ്ധിപ്പിക്കും എന്നുള്ളതാണ്. നല്ല ടാസ്ക് കൊടുക്കുക, ഇടയ്ക്കിടയ്ക്ക് ടാസ്ക് കൊടുക്കുക. അനീഫ് സാറിൻ്റെ കൊച്ചിന് കൊടുത്ത ഒരു ഓർമ്മ എനിക്കുണ്ട്. ഞാനിപ്പോൾ അതിനുശേഷം എൻ്റെ മോൻക്കും കൊടുക്കാൻ തുടങ്ങി. എല്ലാ ദിവസവും ഒരു 3 ക്വസ്റ്റ്യൻസ് വെച്ച് നമ്മളെ മക്കൾക്ക് കൊടുത്തു നോക്കിയേ, അവർ ചിലപ്പോൾ ഒരു 6-7 മാസം കൊണ്ട് നല്ല ബ്രില്യൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഞാൻ എൻ്റെ ടോക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. 1 മിനിറ്റ് കൊണ്ട് ക്ലോസ് ചെയ്യാണ്. 4 മാജിക്കൽ ടൈമിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യണം. എൻ്റെ അവസാനത്തെ ഒരു പഞ്ചിങ് ആണത്. അതായത് 4 മാജിക്കൽ ടൈം, അതായത് ഏറ്റവും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആകുന്ന സമയം. 1, രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേൽക്കുമ്പോൾ വഴക്ക് പറയരുത്, ദേഷ്യം പിടിക്കരുത്, നന്നായിട്ട് കുട്ടികളെ സന്തോഷിപ്പിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കുക. 2, സ്കൂൾ പോകുന്ന സമയം നല്ല കിസ് കൊടുത്ത് കുട്ടികൾക്ക് നല്ല സന്തോഷത്തോടെ അയക്കുക. തിരിച്ചു വരുമ്പം അതേ ഡ്രസ്സോടെ കെട്ടിപ്പിടിച്ച് നല്ല സ്നേഹത്തോടെ സംസാരിപ്പിക്കുക. എൻ്റെ ലാസ്റ്റ് ടൈം, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ കുട്ടികൾക്ക് നല്ല നന്മയുള്ള കഥ പറഞ്ഞു കൊടുക്കുക. ഇന്ന് പത്രത്തിൽ കണ്ട നല്ല നന്മയുള്ള കഥകൾ, നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ച നല്ല നല്ല ഓർമ്മകളും എക്സ്പീരിയൻസും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ
നമ്മുടെ മക്കൾ നമുക്ക് വിചാരിക്കുന്നതിലപ്പുറത്ത് സ്മാർട്ടും നന്മയുള്ള നല്ല മനുഷ്യന്മാരായിട്ട് മാറും. സ്ട്രെസ് ഇല്ലാതെ, അതുപോലെ പ്രഷർ ഇല്ലാത്ത നല്ല മക്കളായിട്ട് മാറും. അങ്ങനെ ആവട്ടെ നമ്മുടെ മക്കൾ. കറക്റ്റ് 8:40 ഞാൻ ക്ലോസ് ചെയ്യാൻ വിചാരിച്ചു. 8:41 1 മിനിറ്റ് അധികം എടുത്തിട്ടുണ്ട്.